ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഡി ആണ്. 1, 2, 3 ശരിയാണ്. 3 ശരിയാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 3 ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ചത്. ഇത് രണ്ടുമാണ് ശരി. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ്. ഗാന്ധിജി സമരത്തെ പിൻതേരി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. അത് ക്രിപ്സ് മിഷനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3, മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. ലോങ് മാർച്ചിന്റെ നേതാവായിരുന്നു. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3, 4. 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവ് സൺ യാട്സൻ ആയിരുന്നു കേട്ടോ. ആ ഓപ്ഷനാണ് തെറ്റ്. ബാക്കിയൊക്കെ ശരിയാണ്. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? കോട്ടയം പ്രദേശത്തെ നികുതി പിടിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാനായ കുറുമ്പനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. ഗോത്രവർഗ്ഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. ഇത് 3ഉമാണ് ശരി. ഓപ്ഷൻ 4 തെറ്റാണ്. തിരുവിതാംകൂറിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. അത് തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയത് ആര്? ഉർവശി ഭൂട്ടാലി. ഓപ്ഷൻ നമ്പർ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? ആക്സിയം 4. ഓപ്ഷൻ സി. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഹംബോൾട്ട് പ്രവാഹം. ഓപ്ഷൻ എ. ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നത്? ഓപ്ഷൻ സി. മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിനുള്ളിൽ ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി. സ്പാഡെക്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തുക. സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. ഇത് 2ഉമാണ് ശരി. ഓപ്ഷൻ 3 തെറ്റാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചരിവിൻ ചിനൂക്കാണ് വീറ്റുന്നത് കേട്ടോ. ഇത് ഫൊന്നാണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി ഗോദാവരി ഡെൽറ്റ. ഓപ്ഷൻ സി. മഹാനദി ഗോദാവരി ഡെൽറ്റ. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 12, സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നഗരങ്ങളിൽ തൊഴിൽരഹിതർക്ക് പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനം പരിപാടിയുടെ ഭാഗമാണ്. അന്ത്യോദയ യോജന. അന്നപൂർണ്ണ, സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്കർ യോജന, ഗ്രാമസമൃദ്ധി. ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്കർ യോജന. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്. ഇതെല്ലാം ലക്ഷ്യങ്ങളാണ്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇവയൊന്നുമല്ല. ഏതാണ് ഓപ്ഷൻ? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത, സുസ്ഥിര വികസനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 16, ഓപ്ഷൻ ഡി സുസ്ഥിര വികസനമാണ്. ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ആഗോളവൽക്കരണം ഒരു നയമല്ല ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? അമർത്യ സെന്നിന്റെ. അമർത്യ സെൻ. ലേസസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് ആണ്. ലേസസ് ഫെയർ, ആഡം സ്മിത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 20, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ആശയം മുന്നോട്ട് വെച്ചത് എം എൻ റോയ് 1934 ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടന എഴുതി തയ്യാറാക്കിയ അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26. ഈ 3 ഓപ്ഷനാണ്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഇതാണ് ആൻസർ.
സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ചിലപ്പോൾ ഈ ഉത്തരത്തിൽ മാറ്റം വരുന്നുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ 1, 2, 3. ജവഹർലാൽ നെഹ്റു ഭരണഘടന നിർമ്മാണ സഭയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ആമുഖമാണ്. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകളായവ. തെറ്റാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം തെറ്റാണ്. പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ 4 മാത്രമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഭരണഘടനയുടെ ഭാഗം 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വകുപ്പ് 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. 23 ചേരുംപടി ചേർക്കലാണ്. അതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോ വാറന്റ് എന്ന അധികാരത്തിൽ പ്രൊഹിബിഷൻ റദ്ദാക്കുക. 24 ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഓപ്ഷൻ ഡി. 25 ചേരുപടിയും ചേർക്കുകയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരാമണി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 26 BNSSന്റെ പൂർണ്ണരൂപം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഓപ്ഷൻ സി. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായുള്ളതാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ്. ഓപ്ഷൻ ബി. കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS ആരംഭിച്ചത് എന്ന് മുതലാണ്? 2018 മുതലാണ്. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളമാണ്. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കും. അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡാഷ് സ്ഥലത്തുമാണ്? 2007 തിരുവനന്തപുരമാണ്. ഓപ്ഷൻ ഡി. ഗാർഹിക പീഡന നിയമബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. ഓപ്ഷൻ സി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു സ്ഥാപനമാണ്. ഡാഷ് സ്ഥാപനമാണ്? നിയമാനുസൃത സ്ഥാപനമാണ്. ഓപ്ഷൻ ബി. അട്ടപ്പാടിയിലെ പട്ടികവർഗ്ഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ്ഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി മില്ലറ്റ് വില്ലേജ് പദ്ധതി. ഓപ്ഷൻ എ. മനുഷ്യനിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ K. ഓപ്ഷൻ എ. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ഓപ്ഷൻ ഡി. ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ ആണ്. എഡ്വേർഡ് വിൽസൺ. ഓപ്ഷൻ ബി. അത് ഓപ്ഷൻ ഡി. 35 ഓപ്ഷൻ ഡി ആണ്. 36 ഓപ്ഷൻ ബി എഡ്വേർഡ് വിൽസൺ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഫീമർ ആണ്. ഓപ്ഷൻ എ. 38 മലേറിയ ഉണ്ടാക്കുന്ന രോഗമാണ് പ്ലാസ്മോഡിയം. ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നതിൽ പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണം ഏത്? മനുഷ്യന്റെ ത്വക്കിന്റെ നിറം. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 40 ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത്? ഇലക്ട്രോണിക്സിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ. ഓപ്ഷൻ ബി. 2025 ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഇന്ത്യയാണ്. ആകാശം നിലനിർത്തൽ കാണുവാൻ കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം വിസരണം. ഓപ്ഷൻ സി. 25 കിലോ മാസമുള്ള ഒരു വസ്തു ഭൂഗുരുത്വ ആകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഭാരം 0 ആയിരിക്കും. ഓപ്ഷൻ ഡി. കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോർ ഗുംബസ് എന്ന മർമ്മര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാകുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണം അനുരണനം. ഓപ്ഷൻ സി. സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ഓപ്ഷൻ ബി. റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ സ്പൈഡക്സ് വെബ് എന്നാണ്. സ്പൈഡക്സ് വെബ്. സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. ബഹിരാകാശ നിലയത്തിൽ പോയ ഇന്ത്യക്കാരനാണ് ശുഭാൻശു ശുക്ല. ബഹിരാകാശ നിലയത്തിൽ ആദ്യമായിട്ട് പോയതാണ് ശുഭാൻശു ശുക്ല. ഇതിൽ ഓപ്പറേഷൻ സ്പൈഡക്സ് വെബ് ആണ് ഇതിലെ കറക്റ്റ് ഓപ്ഷൻ. ഇതിൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഇറാൻ കൊടുത്ത ആക്രമണം അതാണ്. ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. മിഡ് നൈറ്റ് ഹാമർ അമേരിക്കയെ സംബന്ധിച്ചുള്ള ആക്രമണമാണ്. താഴെ പറയുന്നതിൽ ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം സോഡിയം കാർബണേറ്റ് ആണ്. ഓപ്ഷൻ സി. സോഡിയം കാർബണേറ്റ്. ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം അമോണിയം നൈട്രേറ്റ്. ഓപ്ഷൻ ഡി. താഴെ പറയുന്നതിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം. ഓപ്ഷൻ ബി ബിസ്മത്ത് ആണ്. ബിസ്മത്ത്. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ആൻജിഘട്ട് ആണ്. ഓപ്ഷൻ സി. ആൻജിഘട്ട്. 2025 ICC ലോകകപ്പ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദ മാച്ച് എയ്ഡൻ മാർക്രമാണ്. ഓപ്ഷൻ സി. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ 1ഉം 2ഉം ആണ് ആൻസർ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം. 2 തെറ്റാണ്. 1ഉം 3ഉം മാത്രം. ഓപ്ഷൻ ബി. 53
എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. അതാണ് തെറ്റ്. അത് ആദ്യമായിട്ട് കിട്ടിയതാണ് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക്. 1ഉം 2ഉമാണ് ശരി. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ഇത് 3ഉം ശരിയാണ്. തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. കേരളത്തിലെ ദേശീയോത്സവം ഓണം പുതുവർഷാരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. വിഷു 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PR ശ്രീജേഷും മനു ഭാക്കറുമാണ്. ഓപ്ഷൻ ഡി 2 മാത്രം. 56 KR മീരയുടെ കൃതികളിൽ പെടാത്തത് ഏത്? അമാവാസി, ഗസൽ, മാനസാന്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 മാത്രമാണ് ഉത്തരം. ബാക്കി 2ഉം പെടുന്നതാണ് കേട്ടോ. ഓപ്ഷൻ 1ഉം 2ഉം പെടുന്നതാണ്. 57 ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയതാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7 ഇതിന്റെ ഇത് നടന്നത്. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര, വ്യോമ, നാവികസേനകൾ പങ്കെടുത്തു. ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായത് 1ഉം 2ഉമാണ്. 1ാം സ്ഥാനം ഫിൻലൻഡ്, 2ാം സ്ഥാനം സ്വീഡൻ, 3ാം സ്ഥാനം ഇന്ത്യക്കല്ല. തെറ്റാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ. ഒരു സോഫ്റ്റ്വെയറിന്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീഡം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഫ്രീഡം 2ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ച് നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. ന്യൂ ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. എല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത്. ഓപ്ഷൻ 3 ആണ്. ഒരു സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതാണ് തെറ്റ്. ബാക്കി 2ഉം ശരിയാണ്. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റാൻ മോഡം ഉപയോഗിക്കുന്നു. സിഗ്നലുകളെ പുനർനിർമ്മിക്കാൻ റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നു. സ്കൂൾ നെറ്റ്വർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലാണ് വരുന്നത്, ലാനിൽ. വിത്തുകളുടെ ഉൽപ്പാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്നൊരു കർഷകനെ എത്തുന്നത് വരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് സാദി എന്നാണ്. സൈബർ ക്രൈം ഇരകൾക്ക് ജുറിസ്ഡിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭമാണ് E0 FIR. ഓപ്ഷൻ സി E0 FIR. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏതാണ്? 63 A ആണ്. ഓപ്ഷൻ 1 ആണ് പേൾ. ഇത് മിക്കതും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി നടപ്പിലാക്കിയ നിയമനിർമ്മാണം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ്. മുതിർന്ന മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? എല്ലാതും ഉൾപ്പെടുന്നതാണ്. ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ വിപണനത്തിനെതിരെ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം, അന്യായമായ വ്യാപാര രീതിക്കുള്ള പരിഹാരം തരാനുള്ള അവകാശം, ഉപഭോക്തൃ അവകാശം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയ വർഷം പോക്സോ ആക്ട് 2012 ആണ്. സി. താഴെ പറയുന്നതിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992 A ആണ്. താഴെ പറയുന്നതിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ദുരന്ത നിവാരണ നിയമം 2005. ഓപ്ഷൻ സി. 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗർ യോജന. ഓപ്ഷൻ ബി. 71 സംഖ്യകളുടെ മാത്സ് ആണ്. ആൻസർ മാത്രം പറഞ്ഞു പോകാം. 71 ഓപ്ഷൻ ഡി, 72 ഓപ്ഷൻ സി, 73 ഓപ്ഷൻ എ, 74 ഓപ്ഷൻ എ, 75 ഓപ്ഷൻ ബി, 76 ഓപ്ഷൻ ബി, 77 ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി, 77 ഡി, 78 ഡി, 79 സി, 80 എ, 81 എ, 79 സി, 80 എ, 81 എ, 82 ഇംഗ്ലീഷാണ്. 81 ഈസ് ആണ് വരാട്ട. 700 rupees ഈസ് ടു മച്ച് ഫോർ ദ സാരി. 82 ബി എക്സ്ട്രാവാഗൻറ്റ്. ത്രിഫ്റ്റിയുടെ ആൻറ്റോണിം എക്സ്ട്രാവാഗൻറ്റ്. Remember to switch off the fan, warn you. Option A. We celebrate Independence Day on 15th August. Option B. She was mending socks. Socks were being mended by her. C. Option C. The meaning of the idiom at 6s and 7s in a state of confusion. Option B.
കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഓപ്ഷൻ എ ആണ്. സർക്കുംലോക്വേഷൻ. റിപ്പോർട്ടഡ് സ്പീച്ച് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മിസ്സിസ് കമല ആസ്ക്ഡ് ടു രാജ് ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. Alma mater, the university, school or college that one formerly attended. Meaning of alma mater. I can't put up with my roommate's messiness. ഓശ ശബ്ദമാണ് അർത്ഥം വരുന്നത്. ഓശ ശബ്ദം. 92 സി ദ്വിജമാണ് പക്ഷി എന്നർത്ഥം വരാത്തത്. അയക്കുന്നയാൾ പ്രേക്ഷകൻ ആണ്. ഓപ്ഷൻ എ. ഗുരുക്കളാണ് ബഹുവചന രൂപമായി വരാത്ത പദം. ശരിയായ പദം മടയൻ. ഓപ്ഷൻ ബി. 96 ആകാശക്കോട്ട. ഓപ്ഷൻ സി. കാസറി ഇൻ ദ എയർ ആകാശക്കോട്ട. സർവജ്ഞൻ വിപരീത പദം കിഞ്ചിജ്ഞൻ. സി ആണ്. പൊൻ പ്ലസ് കുടം പുൽക്കുടം. ഓപ്ഷൻ ഡി. ഏടുകെട്ടുക പഠിത്തം അവസാനിപ്പിക്കുക. ഓപ്ഷൻ എ. ശുശ്രൻ എതിർലിംഗം ശുശ്രു. ഓപ്ഷൻ ബി.